രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തിച്ചാരമായി എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും വീണ്ടും ആളിക്കത്തിക്കൊണ്ട് വരികയാണ്. അദ്ദേഹം ഇന്ന് 24-ലൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് കൊടുത്തിരിക്കുന്നു. ഇന്റർവ്യൂ. എന്താണ് ഇന്റർവ്യൂവിനെ പറ്റി പറയാനുള്ളത്? ഈ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ 5 മണി മുതൽ ഇത് കാണുന്നുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ ഒരു കരച്ചിലും കൂടെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഒന്ന് കരഞ്ഞ് വൈകാരികമായി ഇതിങ്ങനെ എൻഡ് ചെയ്യുന്നു ഒരു ഡ്രാമയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. പക്ഷെ വൈകാരികമായി സംസാരിക്കുന്നുണ്ട്. അമ്മയുടെ കണ്ണുനീരിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ആള്. എനിക്ക് തോന്നുന്നു കുറേ സമയമുണ്ടായല്ലോ. ആദ്യത്തെ പരാതി വന്നത് മുതൽ ആരോടും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതൽ നമ്മൾ അങ്ങനെയല്ലേ, ആരോടെങ്കിലും അല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിൽ ഇങ്ങനെ കണക്ക് അല്ല, കൂട്ടില്ലേ. എന്തൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അദ്ദേഹം ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഈ കേസിന്റെ പേരിൽ ഞാൻ ജയിലിൽ പോകില്ല എന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. ഇനിയും ഞാൻ പോകത്തില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നുണ്ട്. അത് സത്യമല്ലേ യഥാർത്ഥത്തിൽ? ഒന്ന് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ഞാൻ പറയില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ കുറെ പിഴകൾ, മനഃപൂർവ്വവും അല്ലാതെയും ഒക്കെ ചെയ്ത കുറെ തെറ്റുകൾ രാഷ്ട്രീയ ആയുധമാക്കിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാ പാർട്ടികളും ഇതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കൊടുക്കേണ്ട കൊട്ടെല്ലാം കൊടുത്ത് തന്നെയാണ് രാഹുലിനെ താഴെ ഇറക്കിയത്. രാഷ്ട്രീയ ഉദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ചെയ്ത തെറ്റായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുലിന് ഒരു കയ്യിൽ ഉണ്ടായിരുന്നത് MLA സ്ഥാനമാണ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമായിരുന്നു, അതുപോലെ തന്നെ മന്ത്രിയാകാം, ചിലപ്പോൾ മുഖ്യമന്ത്രി വരെ ആയേക്കാവുന്ന ഒരു സ്റ്റാർ കാൻഡിഡേറ്റ്, അത്രയും വലിയ ആൾക്കാരെ സമാഹരിക്കാൻ, വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു മെഷീൻ എന്ന് തന്നെ പറയേണ്ട ഒരു വ്യക്തി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ കയ്യിലുള്ള പിഴകൾ കൊണ്ടാണ് ഈ വീണുപോയത്. അദ്ദേഹത്തിന് അതൊരു മാനസിക രോഗം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ഇങ്ങനെ ഇരുന്ന് ന്യായീകരിച്ച് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നി, അത്രേ പറയാനുള്ളൂ. അല്ല, ഈ പുച്ഛം തോന്നുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. ആഹ്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അപവാദങ്ങളാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ വരെ വരുന്നൊരു സാഹചര്യം. അപ്പോൾ നമ്മൾ കാണുന്ന ആരും അത്ര പവിത്രനോ അല്ലെങ്കിൽ നല്ല ഗുണമുള്ള ആളുകളോ ഒന്നുമല്ല. നമ്മൾ കാണാത്ത ഒരു ഡീപ്പ് സൈഡ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലാണെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ആദ്യത്തെ പരാതിയിൽ മാത്രമേ അട്രോസിറ്റി നിലനിൽക്കുന്നുള്ളൂ. ബാക്കി ഒരു പരാതിയിലും അത് നിലനിൽക്കുന്നില്ല. ചാറ്റുകൾ ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിടൂ. റിനിയെയൊക്കെ വെല്ലുവിളിക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലെല്ലാം ഒരു ആത്മവിശ്വാസമില്ലേ? ഇനിയും എന്നെ ആർക്കും തൊടാൻ കഴിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം. ഇതിൽ 3 പാർട്ടുകളായി ഞാൻ ഉത്തരം പറയാം. ആദ്യം പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം അതെന്താണ് സംഭവം എന്ന്. കുറെ ഭൂഖണ്ഡങ്ങൾക്കപ്പുറം ഒരു ഐലൻഡിൽ സംഭവിച്ച കുറെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ച ദൗർഭാഗ്യകരമായ ഒരു സങ്കടത്തിൽ നമുക്ക് വിഷമം രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ നമ്മൾക്കടുത്ത് അറിയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു മോശം അനുഭവത്തിൽ വിഷമം രേഖപ്പെടുത്താൻ കഴിയാത്തത് മലയാളിയുടെ തെറ്റ് തന്നെയാണ്. മലയാളിക്കത് നമ്മുടെ സദാചാര ബോധം തന്നെയാണ്. ഇപ്പോഴും രാഹുൽ ഇരുന്ന് പറയുന്നുണ്ട്, ഞാനൊരിടത്ത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു അമ്മേനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന മലയാളിയായ ഒരു പെൺകുട്ടി, 27 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക്, ഈ പറഞ്ഞ രാഹുൽ പറഞ്ഞ ആദ്യത്തെ പെൺകുട്ടിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്, 27 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച മോശം അനുഭവം, അവൾക്കത് വിഷമമുണ്ടാക്കി, അവൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി, അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് സമ്മതിക്കാൻ സാധിക്കാത്ത മലയാളിയുടെ സദാചാരബോധം തന്നെയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന ഈ ആത്മവിശ്വാസം. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവാണ് ഈ ആത്മവിശ്വാസം കാണിച്ചിട്ടില്ലാത്തത്? സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ, സ്ത്രീപക്ഷ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഇതേ ആത്മവിശ്വാസം കാണിച്ചിട്ടുണ്ട്. ഈ ധൈര്യം കൊടുക്കുന്നതും ഞാൻ ആദ്യം പറഞ്ഞ മലയാളിയുടെ സദാചാരബോധം തന്നെയാണ്. ഇപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന എന്നെ തെറി വിളിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഇതുള്ളത് തന്നെയാണ്. രാഹുലിനും ആ ബോധ്യമുണ്ട്. ഇപ്പോൾ അയാൾ വന്നൊരു കാര്യം, ഒരു വിഷമം പറഞ്ഞ ആ സ്ത്രീയും ഇതിൽ തെറ്റുകാരിയല്ലേ എന്ന് ചോദിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളായിരുന്നു. അതെ. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ ടേക്ക് എന്ന് അല്ല, പറയുന്നത്. ഇതിനകത്തെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊറാലിറ്റി മാത്രമാണ് ഇതിനകത്തെല്ലാം ചർച്ചയാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. മൊറാലിറ്റി വലിയൊരു ചർച്ചയാണ്. ഇപ്പോൾ
ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന ഒരു കാര്യമാണ് അധികാരം ഉപയോഗിച്ചുള്ള മാനഭംഗം എന്ന് പറയുന്ന ബലാത്സംഗം എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഈ പറയുന്നത് കൺസെന്റ് കിട്ടി ഉഭയസമ്മത പ്രകാരമുള്ള സെക്സ് ആയിരുന്നു ചെയ്തത് എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു. പക്ഷെ ആ കൺസെന്റ് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യമാണ് അന്നും ഇന്നും എല്ലാ സ്ത്രീകളും ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകരും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ കൺസെന്റ് അല്ല കിട്ടിയത്? ഇതിനകത്ത് ഈ പറയുന്നത് ഇത് തന്നെയാണ്. പ്രണയം നടിച്ചു, പ്രണയമാണെന്ന് പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാമെന്ന സമ്മതത്തിന്റെ പുറത്തുണ്ടായ ലൈംഗിക ബന്ധമാണ്. അതവിടെ തെറ്റ് തന്നെയാണ്, അതൊരിക്കലും അല്ല എന്ന് പറയില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇത് അയാൾക്ക് ഊരി വരാനുള്ള ലൂപ്പ് ഹോൾ ആകുന്നത് ഒരു മുറിക്കകത്ത് നടന്ന ബലാത്സംഗം എന്ന് പറയുന്നത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കോൺസ്പിറസി ഒക്കെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ സാധനം പ്രൂവ് ചെയ്യാൻ പാടാണ്. നിയമത്തിന് മുന്നിൽ അയാൾക്ക് ഊരി വരാൻ പറ്റുമായിരിക്കും. നമ്മളൊരു റിഫോർമേറ്റീവ് ലോ ഫോളോ അപ്പുറത്തേക്ക് വഞ്ചിക്കപ്പെട്ട വേറെ കുറച്ച് മനുഷ്യരുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഈ പെൺകുട്ടികൾക്കാണെങ്കിലും ഭർത്താക്കന്മാരുണ്ട്, അവരെ വഞ്ചിച്ചു എന്ന് പറയുന്നതും അത് ഒരു മൊറാലിറ്റി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ പോകുന്നതും ഒരു തെറ്റല്ലേ എന്നൊരു സാമൂഹികപരമായിട്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബങ്ങൾ പലപ്പോഴും രാഹുലിനെ ചേർത്ത് നിർത്തുന്നത്, ഇപ്പോൾ കുടുംബത്തിൽ നിന്നാണല്ലോ കൂടുതലും ആരാധകർ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവര് കുടുംബത്തെ മറന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയതാണ്. രാഹുൽ മാങ്കൂട്ടം പറയുമ്പോഴും പല കാര്യങ്ങളിലും പറയുന്നതും അത് തന്നെയാണ്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടോ പറ്റിച്ചിട്ടോ ഒന്നുമില്ല. ഇവരെല്ലാം എൻ്റെ അടുത്തേക്കാണ് വന്നത്. ഇപ്പോൾ റിനി ആണെങ്കിൽ പോലും തുരുതുര എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതായത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ എന്നെ തുരുതുര എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീട് ഇങ്ങോട്ടേക്കാണ് വന്നത്. ഞാൻ ആരുടെയും അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് രാഹുലിന്റെ ഒരു വാദം മുന്നോട്ട് അദ്ദേഹത്തിന് അത് വയ്ക്കുന്നത്. വാദിക്കുക. അദ്ദേഹം ഇരുന്ന് പറയുന്നതെല്ലാം അദ്ദേഹത്തിന്റെ സൈഡ് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ റിനി എന്ന വ്യക്തി, റിനി എന്ന നടി, ഇപ്പോൾ അതിന് പകരം ഞാനാണെന്ന് വിചാരിക്കുക. എന്റെ ഒരു അടുത്ത സുഹൃത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധുവിന് രാഹുൽ മാങ്കൂട്ടം MLA വളരെയധികം ഇഷ്ടമാണ്, വളരെ ആരാധനയുള്ള, നമ്മൾ കാണാറുണ്ട്, ഒരുപാട് ആരാധനയുള്ള വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ രാഹുലിനോട് ഒരു ആരാധനയുള്ള ഒരാൾ. അപ്പൊ ഞാനൊരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് രാഹുലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എനിക്കൊരു വഴി ഉണ്ടാകാം. ഞാൻ ഫോൺ എടുത്ത് രാഹുലിനെ വിളിക്കുന്നു, കുറെ തവണ ട്രൈ ചെയ്യുന്നു. കാരണം എന്റെ ഈ പറഞ്ഞ സുഹൃത്തിന് വളരെ ഇഷ്ടമാണ് ഇദ്ദേഹത്തെ. ഞാൻ വിളിച്ച് കണക്ട് ചെയ്ത് എനിക്ക് എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണോ ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. ആ ഒരു ആവശ്യത്തിനായിരുന്നു ആ പെൺകുട്ടി അവിടെ വിളിച്ചിരുന്നത്. അതിനുശേഷം അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ പറഞ്ഞ നടി ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതെല്ലാം വെറുതെ ന്യായീകരണങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആദ്യം രാഹുൽ പറഞ്ഞ ഈ അതിജീവിതമാരായ യുവതികൾക്ക്, വിവാഹിതരായിരുന്നു, അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഓരോ കേസിലും ഇതുപോലുള്ള ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയിട്ടില്ലേ? അതെ. ഇപ്പോൾ നമുക്ക് അല്ല ബേസിക്കലി അതുകൊണ്ടാണ് അംഗീകരിക്കാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതെ. ഞാൻ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ജയിലിൽ കിടക്കില്ല. ഇപ്പൊ ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞു, രാഹുലിന് ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്. രാഹുലിന് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ അനന്തമാണ്. അത് ഞാൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. രാഹുൽ പുറത്തു വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇതിൽ നിന്ന് കുറ്റവിമുക്തനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഫാക്ട് പറയുമ്പോൾ അതങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളുടെ കാര്യം. ഇന്ത്യയിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ അഡൾട്ടറി ഒരു ക്രൈം അല്ല. ഒരു ഭർത്താവ് ഉണ്ടാവുക, ഒരു ഭാര്യ ഉണ്ടാവുക, മറ്റൊരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് ക്രൈം അല്ല. ഇതെല്ലാം ക്രൈം ആകുന്നത് ഈ മൊറാലിറ്റിയുടെ പേരിലാണ്. ഇപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരില്ല, അവർക്ക് ഫീലിങ്സ് ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് ഇപ്പൊ ഈ പറയുന്നത് പോലെ ആ പെൺകുട്ടിയുടെ ഒപ്പമാണോ, ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ഒപ്പമാണോ എന്ന് ചോദിച്ചാൽ നീതിക്കൊപ്പം എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം അതിൽ ഹേർട്ടായിട്ടുള്ള ഒരു പുരുഷൻ അപ്പുറത്തുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോയത് എന്നുള്ള സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു മൊറാലിറ്റിയുടെ ബേസിസിലാണ് പോകുന്നത്. ആദ്യ പരാതിക്കാരി ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ പൊങ്ങി വരുന്നു, അതിൽ വിവാഹിതയാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ രാഹുൽ ഈശ്വർ നടത്തുന്നു. അപ്പോൾ അങ്ങോട്ട് ഒരു സൈബർ ബുള്ളിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ കേസ് നിൽക്കുമ്പോൾ ഇതൊരു വ്യാജ പരാതി ആയിക്കൂടെ, എല്ലാ കേസുകളും അല്ലെങ്കിൽ എല്ലാ ലൂപ്പ് ഹോൾസും കോർത്തിണക്കിക്കൊണ്ട് ഒരു ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അല്ലേ എന്നുള്ള ചോദ്യം വന്നു. മൂന്നാമത്തെ പരാതിയിൽ എന്തിന് ഈ കുട്ടി ഇത്രയും കൊടുത്തു, എന്തിനാണ് ബലാത്സംഗമാണെന്ന് പറയുന്നത്. ഇനി നാലാമതൊരു കേസ് വന്നു എന്നിരിക്കട്ടെ, അതിലും ഇതുപോലെ ലൂപ്പ് ഹോൾസ് ഉണ്ടാകും. പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്ന് പറഞ്ഞാല് അപ്പോൾ കുറെ പേർക്ക് ഇതുപോലെ ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഒരു എന്താ പറയാ, ഏതൊരു റേപ്പ് കേസും ആയിക്കോട്ടെ,
നമ്മൾ കേൾക്കാറുണ്ട്. വളരെ ചെറുപ്പത്തിലെ നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി. കുട്ടി എന്താണ് ധരിച്ചിരുന്നത്? അല്ലെങ്കിൽ ആ കുട്ടി എന്തിന് രാത്രി അവിടെ പോയി എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം. നമുക്ക് എന്റെയോ രാഹുലിന്റെയോ ഒരു ബൗദ്ധികമായ ചിന്തയിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല ആ കുട്ടി എന്തിനവിടെ പോയിന്ന്. അത് നമ്മുടെ ഇന്റലക്ച്വൽ മൈൻഡ്, നമ്മുടെ മൈൻഡാണ്. പക്ഷെ അതിൽ നിന്നല്ലാതെ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരാണ് ഈ സാധനങ്ങളെല്ലാം പടച്ചുവിടുന്നത്. ഇപ്പോൾ രാഹുൽ ചിന്തിക്കും എന്തിനങ്ങനെ പോയി എന്ന് ചിന്തിക്കില്ല. പക്ഷെ ഒരാൾ പറയുമ്പോഴായിരിക്കും നമ്മൾ അതിനൊരു അങ്ങനെ ഒരു വശമുണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ അല്ല, മാത്രമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്, പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രമോഷൻ പോലെയാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും അദ്ദേഹം ഇങ്ങനെ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിഷൻ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ്. ഇപ്പോൾ ജയിലിൽ പോകുന്ന സമയത്താണെങ്കിൽ അദ്ദേഹം ബനിയൻ ഊരിയിട്ട് കാണിക്കുന്നത് പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടാണ്. മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു അർത്ഥമുണ്ട് എന്ന് തന്നെ പറയണം. ആ വശം എന്ന് പറയുന്നത്, ഇതിൻ്റെ പേരിൽ ജയിലിൽ പോയിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ കോടതിയുടെ കണക്കുകൾ അനുസരിച്ച് തന്നെ ഇത്തരത്തിലുള്ള എണ്ണം കൂടി കൂടി വരികയാണ്. അതായത് 2 പേർ തമ്മിൽ പരിചയപ്പെടുന്നു, പിന്നീട് സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ, ഇപ്പോൾ 2 കുടുംബങ്ങൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം, അതിൻ്റെ പേരിൽ ലൈംഗിക അതിക്രമം കൊടുക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന ആളുകളുണ്ട്, അടിച്ചു, ഹറാസ് ചെയ്തു, അല്ലെങ്കിൽ ശരീരത്തിൽ പാടുകൾ ഉണ്ടാക്കിയിട്ട് ജയിലിൽ പോയിട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ദാണ്ട് ഉപദ്രവിച്ചു, ദാണ്ട് പാടുകൾ ദാണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകുന്ന രീതികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എനിക്ക് തീർച്ചയായും. പേഴ്സണലായിട്ട് അറിയാവുന്ന പല വിഷയങ്ങളും അത്തരത്തിലുണ്ട്. അതായത് അവർ നിരപരാധികളാണ് ഈ വിഷയത്തിൽ. പക്ഷേ അവരെ കുടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ തന്നെ എത്രയോ ആളുകളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്നറിയാമോ? ഞാൻ നിനക്കെതിരെ പീഡന പരാതി കൊടുക്കും. ഇപ്പോൾ 2 പേർ തമ്മിലുള്ള, അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതായത് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പോകുന്ന ആളുകൾ സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അത് ലൈംഗിക അതിക്രമമായിട്ട് മാറി കേസ് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ അതെ. ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ് ഇപ്പോൾ മാനിപ്പുലേറ്റഡ് കൺസേൺ എന്ന് പറയുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വരുന്നത്. അതിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, അധികാരത്തിൽ നിൽക്കുന്ന ഒരാൾ അത് ലൈംഗികപരമായിട്ട് ഒരാളെ യൂസ് ചെയ്യുമ്പോൾ, അധികാരത്തിൽ നിൽക്കുകയല്ല. അത് അധികാരമില്ലാത്തൊരു വ്യക്തി ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. മാനിപ്പുലേറ്റ് നമ്മൾ എന്താണ് വേണ്ടത് എന്നുള്ളത് കൺവേ ചെയ്യുക. എനിക്ക് ഈ പറഞ്ഞ സെക്ഷൽ ബെനിഫിറ്റ്സ് മാത്രം മതി എന്നുള്ളത് കൺവേ ചെയ്യുക. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ അത് എടുക്കുക, അതവിടെ എൻഡ് ചെയ്യുക. അല്ലാതെ പ്രണയമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, നിന്നിൽ എനിക്കൊരു കുഞ്ഞ് വേണം എന്നൊക്കെ പറഞ്ഞ് ഈ പരിപാടിക്ക് പോകുന്നിടത്താണ് തെറ്റുപറ്റുന്നത്. രാഹുൽ പറഞ്ഞ ആദ്യത്തെ കാര്യം മെൻസ് കമ്മീഷന്റെ ആവശ്യകത. വിമൻസ് കമ്മീഷൻ ഉണ്ടായതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, ഈ സമൂഹം ഇപ്പോഴും 21ാം നൂറ്റാണ്ടിൽ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഉറപ്പായും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഒരു എൻറ്റിറ്റി വേണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വുമൻസ് കമ്മീഷൻ വരുന്നത്. ഇപ്പോൾ സ്ത്രീകൾ എല്ലാത്തിനും പ്രാപ്തരാണ്. പക്ഷെ ഇപ്പോഴും സ്ത്രീക്ക് സുരക്ഷയുണ്ട്, സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കാണുന്ന സമൂഹത്തിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വുമൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ വിമൻസ് കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വ്യാജ പരാതികളാണ്. അത് ഈ പീഡന പരാതികളിൽ മാത്രമല്ല വ്യാജ പരാതികൾ വരുന്നത്. ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഏതൊക്കെ വകുപ്പുകളുണ്ടോ, അതിലെല്ലാം ലൂപ്പ് ഹോൾസ് കണ്ടെത്തി അതിൽ വ്യാജ പരാതികൾ കൊടുക്കുന്ന മനുഷ്യരുണ്ട്. ഞാനും രാഹുലും ഒക്കെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. നമ്മൾ കണ്ടിട്ടില്ലേ വ്യാജ പരാതികൾ കൊടുക്കുന്നത്? ഒരുപാടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ ചേരിയിലുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്നും ഇത്തരം വ്യാജ പരാതികൾ കണ്ടിട്ടുണ്ട്. കയ്യിൽ ഒരു മുറിവ് പറ്റി, കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് വധശ്രമത്തിനാണ് കേസ് കൊടുക്കുന്നത്. അതൊരു ലൂപ്പ് ഹോൾ കണ്ടെത്തി അതിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഈ സ്ത്രീ പീഡന പരാതികൾ ഇപ്പോൾ അടുത്ത കുറെ കാലങ്ങളായിട്ടാണ് കൂടുതലായി പുറത്തു വരുന്നത്. ഇപ്പോൾ പോക്സോ കേസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ തലശ്ശേരി പോക്സോ കോടതിയിലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഭാസുരി ഉണ്ട്. അവരുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ അവർ പറയുന്ന കാര്യമുണ്ട്. വ്യാജ പരാതികളുണ്ട്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ആ തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുന്ന ഘട്ടം മുതൽ
ഈ അഭിഭാഷകരുമായി കുഞ്ഞുങ്ങൾ സംവദിക്കുന്ന ഘട്ടത്തിൽ വരെയൊക്കെ ഇത് വ്യാജ പരാതിയാണ്, ഒരാൾ പറഞ്ഞു ചെയ്യിക്കുന്നതാണ്, അല്ലെങ്കിൽ കുഞ്ഞ് കള്ളം പറയുന്നതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ പറഞ്ഞ ലോസ് എല്ലാം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വുമൻസ് കമ്മീഷൻ നിലവിൽ വന്നിട്ട് എത്ര വർഷമായി? പണ്ട് മുതലേ ഉള്ളതൊന്നുമല്ല. കുറേ സമരവും കുറേ ഇതെല്ലാം ചെയ്തിട്ട് വന്ന കാര്യമാണ്. ഇതെല്ലാം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ മെൻസ് കമ്മീഷൻ വരട്ടെ, ഈ മെന്നിന്റെ ഈ പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മെൻസ് കമ്മീഷൻ വരട്ടെ, ഇതാരും തടയുന്നില്ല. പക്ഷേ അത് ഈ പറയുന്നത് പോലെ ശബ്ദമുയർത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ ശബ്ദം അടച്ചുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ എല്ലാവരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കുമായിരിക്കും. രാഹുൽ അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. രാഹുലിന് ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കാനും കോൺഗ്രസ്സുകാരനായി മരിക്കാനും മാത്രമേ ആഗ്രഹമുള്ളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്നെ പാർട്ടി കേൾക്കാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നെ പുറത്താക്കി, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എൻ്റെ അംഗത്വം വെട്ടിയതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിൽ പാർട്ടി ആജീവനാന്തം രാഹുൽ മാങ്കൂട്ടം പുറത്തു നിൽക്കുക എന്ന് പറയുകയാണെങ്കിൽ അതും പാർട്ടി തീരുമാനമായി ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ പാർട്ടിക്ക് പുറത്തു നിന്നൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. നാളെ മാറാം. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ കേരളമാണ്, കേരള രാഷ്ട്രീയമാണ്, മാറി മറിയാം. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മന്ത്രിയായി വേണമെങ്കിലും രാഹുൽ വരാം. ഇതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അദ്ദേഹത്തിന് അമ്മയുണ്ട്. ഇപ്പോൾ അമ്മയുടെ കണ്ണീര് കണ്ട ഒരാളാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയുടെയും കണ്ണീര് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു വൈകാരികപരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ എന്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശരികളാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡാണ് ശരി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അതെ. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീ പീഡന ആരോപണങ്ങൾ വന്നിട്ടുള്ള, പരാതികൾ വന്നിട്ടുള്ള, കുറ്റക്കാരായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള, ശിക്ഷ ലഭിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഒരു അമ്മയുണ്ടായിരുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഈ പറഞ്ഞ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു നോംസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലെയും എല്ലാ അമ്മമാരും കരഞ്ഞു തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 95% ഒന്ന് വേണമെങ്കിൽ ഞാനൊരു മാർജിൻ വയ്ക്കാം. 95% അമ്മമാരും കരയുന്നത് മക്കൾ കണ്ടിട്ടുണ്ട്. അമ്മമാര് കരയുന്നത് മക്കൾക്ക് ഒരിക്കലും സന്തോഷമുള്ള കാര്യമല്ല. അത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള വിഷമമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ആ കുട്ടികളൊന്നും തെറ്റ് ചെയ്യാതിരിക്കില്ല. രാഹുൽ ഒരിക്കലും അമ്മയോടുള്ള സ്നേഹം മറ്റ് സ്ത്രീകളോട് തോന്നണമെന്നില്ല. ഈ പറയുന്നത് പോലെ അമ്മ കരഞ്ഞത് വിഷമമായിരിക്കാം, അത് ഞാൻ അംഗീകരിക്കുന്നു. രാഹുലിന് വിഷമമായിട്ടുണ്ടാവാം, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് സ്ത്രീകളെ വിഷമിപ്പിക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കുറ്റവാളികളെയും നമ്മൾ തുറന്നു വിടേണ്ടിയിരിക്കുന്നു. അവർക്കൊക്കെ അമ്മയുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. അതിനകത്ത് ഈ ഇന്റർവ്യൂവിനകത്ത് ഹാഷ്മി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും മാന്യമായൊരു ക്ലോഷർ ആഗ്രഹിച്ചിരുന്നില്ലേ? ഒരു മാന്യമായൊരു യാത്ര പറച്ചിൽ ആഗ്രഹിച്ചിരുന്നില്ലേ? അതല്ലേ കൊടുക്കേണ്ടിയിരുന്നത്? അതായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ രാഹുൽ പറയുന്ന ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാ ബന്ധങ്ങളിലും മാന്യമായൊരു ഏറ്റുപറച്ചിൽ, എനിക്ക് നിന്നോടുണ്ടായിരുന്നത് പ്രണയമായിരുന്നില്ല, ഇതായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞ് വളരെ മാന്യമായി ഒരു സംഭാഷണത്തിൽ തീർക്കുമായിരുന്നു. ഒരു ഗുഡ് ബൈ കൊടുത്തിരുന്ന, ഒരു ക്ലോഷർ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. രാഹുലിനെ സംബന്ധിച്ച് 5-6 സ്ത്രീകൾ ഒരുമിച്ച്, 5-6 പെൺകുട്ടികൾ ഒരുമിച്ച് ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതിന് കറക്റ്റ് തെളിവുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടികൾ തന്നെ അത് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നെന്ന് തെളിയിക്കുമ്പോഴും അപ്പോൾ ഒരാൾ വന്നു പോകുന്ന അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല. അത് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിപ്പോ പുരുഷനായാലും സ്ത്രീ ആയാലും, ഇപ്പൊ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അറിയാം, ഒരു ബന്ധം വേർപിരിഞ്ഞു പോകുമ്പോൾ അതിൽ വിഷമിക്കുന്ന ഒരാളും അതിൽ ഓക്കെ ആയിരിക്കുന്ന ഒരാളും ഉണ്ടാവും. ആ വിഷമിക്കുന്നയാളെ കൺസോൾ ചെയ്യുക, അയാൾക്കൊരു ക്ലോഷർ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമാണ് ആഗ്രഹിച്ചിരുന്നതും. ഈ പറഞ്ഞതുപോലെ രാഹുലിന് പല പല ഫാന്റസികൾ ഉണ്ടായിരുന്നിരിക്കാം. ഈ വാതിൽ തുറന്ന് ഉടനെ പെട്ടെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അയാളുടെ ഫാന്റസി ആയിരുന്നിരിക്കാം. പക്ഷെ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ബേസിക് സാധനമുണ്ട്. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. ഈ പീഡന പരാതികൾ എന്ന് പറയുന്ന സ്ത്രീകളും ഉന്നയിക്കാറുണ്ട്. സ്ത്രീകൾക്കെതിരെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്ത്രീകളും അത് ചെയ്യാൻ പാടില്ല. രാഹുൽ ചെയ്ത തെറ്റെന്നല്ല, സ്ത്രീകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരാധക വൃന്ദങ്ങള് കുറഞ്ഞിട്ടൊന്നുമില്ല. പലപ്പോഴും നമ്മൾ വീഡിയോകൾ ഇടുമ്പോഴാണെങ്കിൽ പോലും രാഹുലിന് വേണ്ടി
രാഹുലിന്റെ ആരാധകർ വന്ന് താഴെ രാഹുലാണ് ശരി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. എന്നെ തെറി വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. തീർച്ചയായും. ഇന്ത്യയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പരസ്യമായിട്ട് പ്രതികരിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാത്ത രീതിയിൽ അതെ. അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണെങ്കിലും പ്രതികൂലമായിട്ടാണെങ്കിലും.